ഉമ്മൻചാണ്ടി കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. 10 വർഷം മുമ്പത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്യണമെന്നാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിൽ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടിയുള്ള അരിയിൽ ചത്ത എലി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉച്ചക്കഞ്ഞി വെക്കുവാനുള്ള അരിയിലാണ് ചത്ത എലിയെ കണ്ടത്. 11 മണിയോടെ ഉച്ചക്കഞ്ഞി വെക്കാൻ ചാക്ക് തുറന്നപ്പോഴാണ് ചത്ത എലിയെ കണ്ടത്. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തുമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ഭക്ഷണ മെനു മാറിക്കഴിഞ്ഞു. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരമാണ് മെനു പരിഷ്കരണം. വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് മാറ്റം നടപ്പിലാകുന്നുണ്ടോ എന്ന് ഇന്ന് വന്ന് നോക്കുകയും ചെയ്തു. ഭക്ഷണം മാറിയപ്പോൾ കുട്ടികളും ഹാപ്പിയാണ്. ആദ്യം നമുക്ക് കൊല്ലത്തേക്കൊന്ന് പോകാം. മലയാളി സഭ NSS UP സ്കൂളിൽ ഇന്ന് എന്തായിരുന്നു വിഭവം എന്നറിയാമോ? പൈനാപ്പിൾ പുളിശ്ശേരി, കടല റോസ്റ്റ്, പിന്നെ ചമ്മന്തി. ഇത് പോരെ ഊണിന്? ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ബിരിയാണി, മാസത്തിൽ ഒരു ദിവസം ചിക്കൻ ബിരിയാണി, പായസം, ഇതൊക്കെയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് ശുചിത്വമില്ലാതെയെന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ശൌചാലയ സൌകര്യം ഒരുക്കാത്ത സ്കൂളുകളെയും പരിശോധനയിൽ കണ്ടെത്തി. സ്കൂളുകളിലെ പാചകക്കാർക്ക് സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള ഹെൽത്ത് കാർഡ് പോലും ഇല്ല. ചെള്ളുകലർന്ന അരിയും പഴകിയ പച്ചക്കറികളും ഉപയോഗിച്ചാണ് പല സർക്കാർ സ്കൂളുകളിലും ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നത്. പാചകപ്പുരയിൽ ശുചിത്വമേ ഇല്ലാത്ത അവസ്ഥ. വാട്ടർ ടാങ്കിൽ മരം കിളിർത്തിട്ടും ആരും കണ്ടില്ല. പലയിടത്തും ടോയ്ലറ്റുകൾ എണ്ണത്തിൽ കുറവ്, ഉള്ളതിന് തന്നെ വൃത്തിയില്ല. ആൺപെൺ വ്യത്യാസമില്ലാതെ ടോയ്ലറ്റുകൾ ഉപയോഗിക്കേണ്ട ഗതികേടും നഗരപരിധി വിട്ടുള്ള സ്കൂളുകളിൽ കണ്ടെത്തി. പണ്ടത്തെ പോലെ പഴയ ഓടിട്ട കെട്ടിടവും സിമന്റ് പാകിയ നിലവും ഒന്നുമല്ല ഇന്ന് സർക്കാർ സ്കൂളുകളിലേത്. സ്വകാര്യ സ്കൂളുകളെ വെല്ലുന്ന സൗകര്യങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത്. മലപ്പുറവും ഏറനാട്ടെ പത്തപ്പിരിയം സർക്കാർ സ്കൂളിൽ കണ്ടാൽ മനസ്സിലാകും പുതുതലമുറയ്ക്ക് ലഭിച്ച പുത്തൻ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. 4,90,00,000 രൂപ സർക്കാർ ചെലവഴിച്ചപ്പോൾ പത്തപ്പിരിയത്തെ കുട്ടികൾക്ക് ലഭിച്ചത് 23 പുത്തൻ ക്ലാസ് മുറികളാണ്. കുട്ടികളെ പോലെ തന്നെ എല്ലാം സ്മാർട്ടാണ് ഇവിടെ. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ അത്യാഹിത വിഭാഗങ്ങളുടെ പ്രവർത്തനം ഇല്ലായ്മകളുടെ നടുവിൽ. ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്ക് ചികിത്സ ലഭിക്കണമെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ദുരവസ്ഥയാണിപ്പോൾ. അടിയന്തര ചികിത്സ വൈകി രോഗികൾ പലരും മരണത്തെ മുഖാമുഖം കാണുന്നു. അതെ, സ്ട്രെച്ചർ ഇല്ല. ഇനി സ്ട്രെച്ചർ കിട്ടി അകത്തെത്തിയാലോ? ഔസർജന്മാരും PG വിദ്യാർത്ഥികളും കാഷ്വാലിറ്റിയിലുണ്ടാകും. ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസറെ ഒരിക്കലും കാണാറില്ല. വിളിച്ചാൽ അദ്ദേഹം എത്തുമെന്നാണ് വെപ്പ്. കാലിന് പരിക്കേറ്റെത്തിയ ഒരു രോഗിയെ ചില ഔസർജന്മാർ പരിശോധിക്കുന്ന രംഗം കാണുക. കാസേര ഒന്ന് തിരിച്ചിടാൻ പോലും സൗമനസ്യമില്ല. മൊബൈൽ ഫോണിലെ വിനോദം അപ്പോഴും തുടരുന്നു. രാത്രി കാഷ്വാലിറ്റിയിൽ എത്തുന്നവരുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം. ചികിത്സ ലഭിക്കണമെങ്കിൽ രാവിലെ വരെ കാത്തിരിക്കണം. എറണാകുളം ചെല്ലാനത്ത് കടൽക്ഷോഭം രൂക്ഷം. തെക്കേ ചെല്ലാന മേഖലയിൽ 20-ലേറെ വീടുകളിൽ വെള്ളം കയറി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച താൽക്കാലിക സംരക്ഷണ ഭിത്തികൾ ശക്തമായ തിരമാലയിൽ ഒലിച്ചുപോയി. ഇനി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരിക്കണം എന്നാലേ ഞങ്ങളെ നോക്കുള്ളൂ. ഞങ്ങളെ കുടുംബം അത്ര നശിച്ചടക്കാണ്. ഞങ്ങൾക്ക് എങ്ങോട്ട് പോകാനൊരു സ്ഥലമില്ല. എനിക്കിപ്പോ വീട്ടിലേക്ക് പോകാൻ പേടിയാണ് കടൽ കണ്ടിട്ട്. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പദ്ധതിയാണ് നമ്മുടെ ചെല്ലാനത്തെ സീ വോൾ. ഇപ്പോൾ നോർമലി ഒരു സീ വോൾ എന്നൊരു സങ്കല്പം മാത്രമല്ലാതെ ഇവിടെ നല്ലൊരു വാക്ക് വേയും കൂടി ചേർത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് നടക്കാൻ പോകാം. അങ്ങനത്തെ രീതിയിലാണ് സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. നോർമലി നമ്മൾ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും അതിലെ കമന്റ് ബോക്സിൽ വേസ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൽ തന്നെ ഇട്ടാനേ. വേസ്റ്റ് ബോക്സ് ഇല്ലാത്തതുകൊണ്ട് വലിച്ചെറിയുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനത്തെ കമന്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ളവർ വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആവശ്യം കൂടുതൽ വേസ്റ്റ് ബോക്സ് ഉണ്ട്, അതിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. ദൈവത്തോർത്ത് വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കാതിരിക്കുക. ESI ആശുപത്രി അപകടാവസ്ഥയിൽ അടർന്നു വീഴാറായ കോൺക്രീറ്റ് പാളികളും തകർന്ന റോഡുകളുമാണ് ഈ ആശുപത്രിയിൽ രോഗികൾക്ക് കൂട്ടം. അടർന്നു വീഴാൻ പാകത്തിൽ കോൺക്രീറ്റ് പാളികൾ, തകർന്ന ഭിത്തികൾ. അത്യാഹിത വിഭാഗത്തിലേക്ക് പോകുന്ന റോഡാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. സാധാരണ അത്യാഹിത വിഭാഗം ആശുപത്രിയുടെ പ്രവേശന കവാടത്തിന് മുന്നിലാണെങ്കിൽ ഇവിടെ ആശുപത്രിയുടെ പിന്നാമ്പുറത്താണ്. കോഴിക്കോട് ജനറൽ ആശുപത്രിയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ വാർഡിൽ വെള്ളത്തിൽ ചത്ത എലിയുടെ അവശിഷ്ടങ്ങൾ. ആശുപത്രിയിൽ രോഗികൾ കിടക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ. ഇതിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു.
വേണ്ടി വന്നാൽ ഓണപരീക്ഷ ക്രിസ്മസിന് നടത്തുമെന്ന് റബ്ബ് പ്രഖ്യാപിച്ചു. മാനത്ത് പിറ നോക്കി പെരുന്നാൾ പ്രഖ്യാപിക്കുന്ന പോലെ ഇനി മുതൽ ഓണം ക്രിസ്മസും പാഠപുസ്തകം വരുന്നത് നോക്കി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദ്രോണാചാര്യരും സോക്രട്ടീസും ഒക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണോ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് എന്നും അദ്ദേഹം UDF യോഗത്തിൽ ചോദിച്ചു. കുരയ്ക്കുന്ന പട്ടിക്ക് തല എന്തിനാ എന്ന് ചോദിക്കുന്ന പോലെ പഠിക്കുന്ന കുട്ടിക്ക് പുസ്തകം എന്തിനാ എന്നാണ് മന്ത്രിസഭയിൽ ചിലർ ചോദിച്ചത്. എന്താണ് ഈ പാഠപുസ്തകം എന്ന് ചോദിച്ച മന്ത്രിമാരുടെ സംശയം തീർക്കാൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് 2026-27 അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണം ഫെബ്രുവരി 12 നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ചരിത്രത്തിൽ ആദ്യമായാണ് സ്കൂൾ തുറക്കുന്നതിന് 3 മാസം മുൻപ് പാഠപുസ്തക വിതരണം നടത്തുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി അവകാശപ്പെട്ടു. 79 ലക്ഷം പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായെന്ന് മന്ത്രി പറഞ്ഞു. ഫെബ്രുവരി 12 മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്യും. അടുത്ത അധ്യയന വർഷത്തിന് 3 മാസം മുൻപാണ് പുസ്തകമെത്തുന്നത്. മനോഹരം മാനത്തെ അമ്പിളി ചേലത്തെ കൊമ്പിളിൽ കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കാറ്റിലും കോളിലും കൂട്ടു പങ്കിടാം ഞാൻ മതി വരുവോളം. കേരളത്തിൽ മികച്ച വ്യവസായ അന്തരീക്ഷം ഉള്ള ഒരു സംസ്ഥാനമല്ല ഇപ്പോ. എനിക്ക് വളരെ വ്യക്തമായൊരു അഭിപ്രായമുണ്ട്, കേരളം വ്യവസായത്തിന് പറ്റിയ മണ്ണല്ലെന്ന്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ കേരളം പോലെ വ്യവസായത്തിന് പറ്റിയ ഒരു നാടില്ല, ഒരു മണ്ണില്ല എന്ന് വളരെ വസ്തുനിഷ്ഠമായിട്ട് എനിക്ക് പറയാൻ കഴിയും. അങ്ങനെ നമ്മുടെ കേരളത്തിന് അതും നേടാനായിരിക്കുന്നു. ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി തീരുകയാണ്. ഇവിടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണ് ഈ നിമിഷം നമ്മെ സംബന്ധിച്ചിടത്തോളം. കോഴിക്കോട് എരിഞ്ഞിമാവിൽ ഗെയിൽ വിരുദ്ധ സമരമുഖത്ത് ജുമുഅ നമസ്കരിച്ച് സമരക്കാർ. പോലീസ് ബലം പ്രയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിക്കുമോ എന്ന് ഭയന്നാണ് സമരഭൂമിയിൽ നിന്ന് പിൻവാങ്ങാതെ ജുമുഅ നമസ്കാരം റോഡിൽ നടത്തിയത്. സാധ്യമാകില്ല എന്ന് എഴുതിത്തള്ളിയ പദ്ധതിയാണ് പിണറായി വിജയൻ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത്. എറണാകുളം പുതുവൈപ്പിനിലെ ടെർമിനലിൽ നിന്ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ വഴിയാണ് പൈപ്പ് ലൈൻ കർണാടകത്തിലെ മംഗളൂരുവിൽ എത്തുന്നത്. ആകെ 510 കിലോമീറ്റർ കേരളത്തിലൂടെ കടന്നുപോകുന്നു. വയൽക്കിളികളുടെ 3ാം ഘട്ട സമരത്തിൽ വൻ ജനപങ്കാളിത്തം. കീഴാറ്റൂർ സമരത്തെ എതിർക്കുന്ന CPM-ന്റെ നിലപാട് പഴയ ജന്മി മാടമ്പി മനോഭാവത്തോടെയുള്ളതാണെന്ന് VM സുധീരൻ പറഞ്ഞു. കീഴാറ്റൂരിൽ ജനങ്ങൾ നടത്തുന്ന സമരം വെറുതെയാവില്ലെന്ന് BJP MP സുരേഷ് ഗോപിയും പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടക്കം കൂടാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് വളരെ പ്രയാസകരമായ ദൗത്യമാണ്. ഏത് പ്രതിസന്ധി വന്നാലും പെൻഷൻ തുക നൽകുമെന്ന് ദൃഢനിശ്ചയമെടുക്കും. ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഉമ്മൻചാണ്ടി കാലത്തിന് സമാനമായിട്ടുള്ള ജനകീയ വികസന പദ്ധതികളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജാഥ നടത്തുന്നത്. നിങ്ങളോ പിണറായി വിജയന് തുടർഭരണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ സർക്കാരിന്റെ ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. അവരാ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചുമതലയേറ്റവരാണ് ഞങ്ങൾ. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും.